സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആശ്രമത്തെക്കുറിച്ചും ഗുരുമാർഗത്തെക്കുറിച്ചും അഭിവന്ദ്യ ശിഷ്യപൂജിതയുടെ അവസ്ഥാപൂർത്തീകരണത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ശ്രീ ഇതെല്ലാം വിശദീകരിക്കുമ്പോഴും ഇപ്പം ആധ്യാത്മികത എന്ന് പറയുന്നത് ശാന്തി, സമാധാനം, അതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത്. പക്ഷെ ശ്രീ സംസാരിച്ചു വരുമ്പോൾ അത് പലപ്പോഴും പരുഷമാവുന്നു, പലപ്പോഴും അത് വാഗ്വാദങ്ങളിലേക്ക് പോകുന്നു. ആൾക്കാരുടെ അടുത്ത് ഒരു പ്രത്യേക രീതിയിൽ വളരെ പരുഷമായി സംസാരിക്കുന്നതായിട്ടും അവരെക്കുറിച്ചൊക്കെ വളരെ വിമർശനാത്മകമായിട്ടൊക്കെ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതായിട്ടുമുള്ള ഒരു രീതിയിൽ വരികയാണ്. അപ്പോൾ അത് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് അവരെ സഹവർത്തിത്വത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നതാണല്ലോ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ രഞ്ജൻ മാമന്റെ കാര്യം ശ്രീ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഗുരുസ്ഥാനത്തെ മാനിക്കാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമായി പറയുമ്പോഴും അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തുകയാണ് ശ്രീ ചെയ്തത്, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോൾ അവിടെ സംഭവിച്ചത് ഒരുപാട് പേരെ, പഴയ ഒരുപാട് ആൾക്കാരെ അത് കുറച്ച് അവരെ ഒന്ന് പുകഴ്ത്തുന്നതിന് പകരം അവരുടെ കഴിവിനെ ഒന്ന് കുറച്ച് കാണുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം അവർ ഇത്രയും നാളും ആത്മാർത്ഥമായിട്ടൊക്കെ നിന്നിട്ടും അവർക്ക് കഴിവില്ല, അല്ലെങ്കിൽ അവരത് ശ്രദ്ധിച്ചില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ അതിലിങ്ങനെ വരുമ്പോൾ അത് വിഷമമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ശ്രീ അതൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ പൊതുവെ സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രഭാഷണങ്ങളും സംസാരങ്ങളും വിശദീകരണങ്ങളും ടീച്ചിങ്സും എല്ലാം കേൾക്കാറുണ്ട് പൊതുവേ. അപ്പോൾ അതിനെല്ലാം ഓരോ രീതിയുണ്ട്. ഇപ്പോൾ ചിലരിപ്പോൾ പറയും, സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ മയപ്പെടുത്തി സ്നേഹത്തോടെ എല്ലാവരെയും ഒരുമിപ്പിച്ച് അപ്പോഴാണ് നമുക്ക് ആദരവ് കിട്ടുന്നത്, ബഹുമാനം കിട്ടുന്നത്, അങ്ങനെ നമ്മൾ അംഗീകരിക്കും, സ്നേഹിക്കും, ആദരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല രീതിയിലൊക്കെ പല സന്യാസിമാരും മറ്റുള്ളവരും ഒക്കെ നമുക്ക് പല കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്നേഹവും ആദരവും ബഹുമാനവും അംഗീകാരവും ഒക്കെ ആവശ്യമുള്ളവരെല്ലാം അതുപോലെയൊക്കെ പെരുമാറിക്കൊള്ളണം. ഈ സന്യാസിമാരെല്ലാം അല്ലെങ്കിൽ ലോകത്തിൽ ആധ്യാത്മികമായിട്ട് നമുക്ക് അങ്ങനെ പകർന്നു തരുന്ന സോഷ്യൽ വർക്കേഴ്സും അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരുന്ന ഈ മാനസിക തലത്തിൽ നമുക്ക് വേണ്ട മെച്ചപ്പെടുത്തലുകൾ, നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെയുള്ള മെച്ചപ്പെടുത്തലുകളെല്ലാം വരുത്തി വളരെ സ്നേഹത്തോടും ശാന്തിയോടും പരസ്പര ഐക്യത്തോടും ഒക്കെ തന്നെയാണ് പെരുമാറേണ്ടത്. അതിലൊരു തർക്കമില്ല. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ആധ്യാത്മിക വിഷയം, അതായത് റിയൽ ആയിട്ടുള്ള ഒരു ആധ്യാത്മിക വിഷയം നമ്മുടെ ഈ മാനസിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ മാനസിക തലം എന്ന് പറയുമ്പോൾ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു ലെയറാണ്. അതായത് മാനസിക തലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈഫിനെ, നമ്മുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തിയെയും സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാനസിക തലത്തിൽ റിയൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊത്തിരി ദുഃഖിപ്പിക്കാതെ, കഷ്ടപ്പെടുത്താതെ, ചൊറിയാതെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, സത്യം പറഞ്ഞാൽ റിയൽ ആയിട്ടൊരു സ്പിരിച്വൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഉറക്കത്തിൻ്റെ ഈ ലോകത്ത് വന്ന് റിയൽ ആയിട്ടൊരു സ്പിരിച്വൽ വർക്ക് ചെയ്താൽ അദ്ദേഹത്തെ ഈ ലോകത്തുള്ളവർ ഒന്നീ കല്ലെറിയും അല്ലെങ്കിൽ കൊന്നുകളയും. അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മഹാത്മാവെന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു റിയൽ ആയിട്ടുള്ളൊരു വർക്ക്, നമ്മുടെ ഒരു ഗുരുവിൻ്റെ എലമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഗുരു സംസാരിച്ചിട്ടുള്ള ആ സ്പിരിച്വാലിറ്റിയെ നമ്മുടെ ഈ മാനസിക ലോകത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്ന പക്ഷം ഇതിന് വളരെയധികം എതിർപ്പുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഈ സ്ലീപ്പിൻ്റെ നമ്മുടെ ഈ മാനസിക തലത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി സംസാരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അറിവില്ലാത്ത അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും അറിയാത്തവരെക്കാൾ കൂടുതൽ ശല്യം അറിവുള്ളവരെ കൊണ്ടാണ്. അതായത് ഈ സ്പിരിച്വലായിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും പാണ്ഡിത്യങ്ങളും ഒക്കെ നേടി വെച്ചിരിക്കുന്നവരെ കൊണ്ടാണ് കൂടുതൽ എതിർപ്പ്. അവരാണ് അവരുടെ അറിവ് കൊണ്ട് ഉറങ്ങുന്നവരാണ്, മറ്റവർ അറിവില്ലാതെ ഉറങ്ങുന്നവരാണ്. അപ്പോൾ ഈ അറിവ് കൊണ്ട് ഉറങ്ങുന്നവർക്ക് അവരുടെ അറിവിന് വിരുദ്ധമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ റിയൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടിക്കാതെ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്നേഹിപ്പിക്കാനും കരുണപൂർവ്വം പെരുമാറാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവർക്ക് അതാണ് അവരുടെ ധർമ്മം. ഇപ്പോൾ എന്നെ പോലുള്ള ഒരാളുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മളിതുപോലെ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല, എന്ത് വിഷമിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നന്മയുടെ സത്യത്തിൻ്റെ ഒരു വശം നമുക്ക് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ നമ്മൾ ഈ സംഘം ചേർക്കാനോ ആളെ കൂട്ടാനോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം അതെല്ലാം ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഗുരുവിനെ സ്നേഹിക്കുക,
സംഘങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഗുരുവിലേക്കും അല്ലെങ്കിൽ അവിടെ ഗുരു പ്രവർത്തിപ്പിക്കുന്ന സ്ഥലത്ത് എത്തിക്കുക. നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ നമ്മളെ വെറുത്താലും കുഴപ്പമില്ല, നമ്മളെ ആൾക്കാർ കുറ്റം പറഞ്ഞാലും പരിഹസിച്ചാലും എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമ്മളൊരു സത്യത്തിൻ്റെ വശം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ അതൊത്തിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ത്യാഗപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പരിഹസിക്കുന്നു എന്ന് പറയുന്നു പാശ, ഞാൻ പരിഹസിക്കുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നു, ഞാൻ എതിർക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ ദുഃഖകരമായ ഈ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മളത് സംസാരിക്കുമ്പോൾ അത് വളരെ വിഷമകരമായ ഒരു ഉദ്യമം തന്നെയാണ്. കാര്യം നമ്മളത് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളും അതുപോലെ ദുഃഖിക്കുകയും വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും നമ്മളിത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഒരു കഷ്ടപ്പാട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മളെയും പരിഹസിക്കുകയാണ്. നമ്മുടെ എത്രയോ കാലങ്ങളായി നമ്മളെ ഓരോരുത്തരും പരിഹസിച്ചും പുച്ഛിച്ചും കളിയാക്കി അധിക്ഷേപിച്ചു. ഇപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു രീതിയിൽ ആൾക്കാർ പരിഹാസം തുടങ്ങും. അപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമ്മൾ ഈ ചെയ്യുന്ന വർക്കിനെക്കുറിച്ച്, ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനല്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന വർക്കിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കുറച്ച് പേര് മാത്രമാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളോടൊപ്പം ഒരു സ്നേഹമായിട്ട്. കാര്യം അവർ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്തിന് പറയുന്നു എന്ന് മനസ്സിലാക്കിയവരാണ്. എന്ത് പറയുന്നു, ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേറ്റ് ആകുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകുന്ന ആ വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ അവർ നമ്മൾ ഈ പറയുന്ന കേട്ടിട്ട് ഡിസ്റ്റർബ്ഡ് ആകുന്ന വ്യക്തിത്വങ്ങൾ ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൻ്റെ ആലസ്യം അല്ലെങ്കിൽ ഒന്നുകിൽ അവരുടെ അറിവിൽ അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു പാറ്റേണിൽ ഉറങ്ങുന്നവരാണ്. ഇപ്പോൾ ആശയും ഞാനും ചിലപ്പോഴൊക്കെ വഴക്കൂടുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ വളരെ സൗമ്യമായിട്ടായിരിക്കും ആദ്യം പറയുന്ന കാര്യം. അപ്പോൾ അത് ആശയുടെ ഒരു വ്യക്തിപരമായിട്ടൊരു കാര്യമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആശയുടെ ആ ഒരു ഫ്ലെയിം ഇങ്ങനെ ഞാനെന്ന ഭാവത്തിൽ വന്നിട്ട് അതിനെ ന്യായീകരിക്കും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒത്തുകൂടെ ശബ്ദമുയർത്തി പറഞ്ഞു കൊടുക്കും. അടുത്ത പ്രാവശ്യം ഏറ്റവും അധികം ശബ്ദമുയർത്തി ഞാൻ ബഹളം വെച്ചിട്ട് പറയും, ഈ ഫ്ലെയിം, ഈ ഞാനെന്ന ഫ്ലെയിമിൽ സംസാരിക്കരുത്, അത് ഞാൻ സമ്മതിക്കില്ല. ബാക്കി ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിൽ മറ്റ് റിജിഡ് നിയമങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇപ്പോൾ മേക്കപ്പ് ചെയ്താലും കൊള്ളാം, ഞാനിപ്പോൾ മേക്കപ്പിനെ പ്രോത്സാഹിപ്പിച്ചതല്ല, ഞാനിത് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ പേഴ്സണലായിട്ടുള്ള ലൈഫാണ്. അപ്പം ഇഷ്ടമുള്ള, ഇപ്പോൾ സാത്വികമായിട്ട് വളരെ സ്പിരിച്വലായിട്ട് പോകണമെന്നുള്ളവർ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇടണമെന്നുള്ളവർ അങ്ങനെ, എങ്ങനെയും പോവാം. പക്ഷെ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ ഈ ഞാനെന്ന ഭാവത്തിൽ ആ ഫ്ലെയിം അതിനെ വിറ്റ്നസ് ചെയ്ത് അതിനെ കൊണ്ട് മൂവ് ചെയ്ത് പെരുമാറരുത്. അപ്പോൾ ഇതുപോലുള്ള ഞാനെന്ന ആ ഭാവത്തിലുള്ള ഫ്ലെയിം ഇളകുന്നവരാണ് ഇതുപോലെ ഡിസ്റ്റർബ്ഡ് ആകുന്നത്. അങ്ങനെ അവർ ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇളകേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ്? ഇപ്പോൾ ചിലരെ ഇപ്പോൾ ഞാൻ പുകഴ്ത്തി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചിലർക്ക് ഡിസ്റ്റർബ്ഡ് ആയി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തിന് ഡിസ്റ്റർബ്ഡ് ആകണം? അപ്പോൾ ആ ഫ്ലെയിം ഇളകി എന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്ലെയിമിനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടാണ് ആത്മീയത. നമ്മുടെ ഉള്ളിൽ ഈ ഞാനെന്ന ഭാവത്തിൽ ഇളകുന്ന ആ ഫ്ലെയിമിനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉണരേണ്ടത് സ്പിരിച്വാലിറ്റിയിലേക്ക്. അപ്പോൾ ആ സ്പിരിച്വാലിറ്റിയുടെ ഭാഗം, റിയൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയുടെ ഭാഗത്തിലേക്ക് ഉണർത്താൻ വേണ്ടി നമ്മളിങ്ങനെ പല രീതിയിൽ ചൊറിയുകയാണ്. അപ്പോൾ ചൊറിയുമ്പോൾ ആ വിറ്റ്നസ് ചെയ്തുകൊണ്ട് ഉണരുക. തീർച്ചയായിട്ടും നമ്മളെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെയും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും, അവരത് ചെയ്യട്ടെ. അപ്പോൾ നമ്മളതിനെ കൂട്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. നമുക്കിതുപോലുള്ള എല്ലാ കാര്യത്തിലും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് സ്വാഭാവികമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രഞ്ജമാമനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചിലരെൻ്റെ അടുത്ത് ചോദിക്കുന്നു, അപ്പോൾ രഞ്ജമാമ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്നുള്ള അർത്ഥത്തിൽ ചിലരെന്നോട് സംസാരിച്ചു. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ രഞ്ജൻ മാമനോട് ജീവിതത്തിൽ ആകെ 2 പ്രാവശ്യമാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് ദീർഘമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ മാന്യതയോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. അതിനുശേഷം നമുക്ക് പേഴ്സണൽ കോണ്ടാക്റ്റുകളോ മറ്റൊരു കാര്യങ്ങളുമില്ല. പക്ഷേ ഞാനിതെങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു? ഇപ്പോൾ ആശയം എന്നോട് ചോദിച്ചു, ആശ കാര്യം കുട്ടിക്കാലം മുതലേ രഞ്ജമാവനെ കാണുന്നതാണ്. അപ്പോൾ ആശ ചോദിച്ചു, എനിക്ക് പോലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞൂടെ ശ്രീ, ഇതെങ്ങനെ എങ്ങനെയാണ് സംസാരിച്ചത്? അപ്പോൾ ഞാനും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എവിടെ നിന്ന് അറിഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഞാൻ ആരെടുത്തോ എവിടെ നിന്നൊക്കെയോ സംസാരിച്ചപ്പോൾ കിട്ടിയതും എൻ്റെ ഒബ്സർവേഷനിലും എൻ്റെ നിരീക്ഷണത്തിലും ഞാൻ മനസ്സിലാക്കിയതാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കിയാണ്. പക്ഷേ ഞാനിതിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് സംസാരിച്ചതല്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, രഞ്ജമ്മാമൻ എന്തെങ്കിലും ഒരു പ്രാസംഗികനുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് രീതിയിൽ നിസ്സാരമായിട്ട് ജീവിച്ചൊരു വ്യക്തിയല്ല. പണ്ട് മുതലേ ആശ്രമത്തിൽ വന്ന് ഒരു സത്യാന്വേഷിയെ പോലെ ജീവിച്ച് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ആശ്രമത്തിലെ പ്രവൃത്തി മണ്ഡലങ്ങളിലെല്ലാം
പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആശ്രമത്തിൻ്റെ പല അന്നത്തെ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ വന്ന് പല രീതിയിലുള്ള യൂണിറ്റുകളായിട്ടായാലും പ്രവൃത്തി മണ്ഡലങ്ങളായിട്ട് ഇതിനെല്ലാം പ്രവർത്തിച്ച് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഒരു വളരെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയും എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള ഒരു സംശയം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ച് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് പുതിയ ഈ ഒരു കാലഘട്ടത്തിൽ വന്നേക്കുന്ന മാറ്റവും പിന്നീട് നടക്കുന്ന പ്രവർത്തന രീതികളും എല്ലാം കൂടെ കമ്പയർ ചെയ്തൊക്കെ നോക്കുമ്പോൾ ഈ ബുദ്ധി എപ്പോഴും കമ്പയർ ചെയ്യണേന്ന്. അപ്പോൾ ഹൃദയത്തിനാണ് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ ബുദ്ധി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണയിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. പിന്നീട് ഇപ്പോൾ ഗുരു പണ്ട് സംസാരിച്ചിരുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ, അപ്പോൾ ഗുരുക്കന്മാർക്ക് സംസാരിക്കുമ്പോൾ പല ഉദ്ദേശങ്ങളുണ്ട്. കാര്യം ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ സംസാരിക്കുമ്പോൾ എന്ത് മാനദണ്ഡം സൂക്ഷിക്കണം. കാര്യം ഈ സ്പിരിച്വലായിട്ടുള്ള സത്യം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ധർമ്മം ഇവിടെ നടപ്പാകാതെ മറഞ്ഞു പോകുന്ന ഒരു സംസ്കാരമാണുള്ളത്. ഇവിടെ എല്ലാ ദൈവികമായ പ്രവർത്തനങ്ങൾക്കും മുൻകൂട്ടി അതിനെ എതിർക്കാനുള്ള ഒരു പ്രവണതയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഗുരുക്കന്മാർ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഗുരുവിലൂടെ ഓരോ സംസാരിക്കപ്പെടുന്ന കാര്യങ്ങളും ഗുരു അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ ഗുരു എന്ന് പറയുന്ന ബോധത്തിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. ഒന്നുകിൽ പൈശാചികമായ പ്രവർത്തനങ്ങളെ എതിർക്കാൻ, അല്ലെങ്കിൽ പൈശാചികമായ കാര്യങ്ങളെ വഴിതെറ്റിക്കാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ശിഷ്യനിലേക്ക് ലക്ഷ്യം വരാതിരിക്കാൻ. അങ്ങനെ പല ഉദ്ദേശത്തിലായിരിക്കും ഗുരുക്കന്മാരെ അറിഞ്ഞോ അറിയാതെയോ സംസാരിച്ചാൽ പോലും. ഗുരുക്കന്മാരെ അറിയാതെ സംസാരിക്കുന്നതിന് പോലും അർത്ഥമുണ്ടെന്നുള്ളതാണ്. കാര്യം ആ അവബോധത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗുരുക്കന്മാരുടെ വാണികളെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട്, അപ്പോൾ ഈ വാണികളെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം? നമ്മൾ ഈ ഗുരുക്കന്മാർ പറഞ്ഞതിൽ നിന്നും പറയാത്തതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ഗുരു സംസാരിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. കുട്ടിക്കാലം മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തോ ഒരു വേദന, ആ ഗുരുവിൻ്റെ ഒരു വേദന നമ്മുടെ ഉള്ളിൽ കയറി നമ്മളും ആ ഒരു വേദനയുടെ ആ ഒരു എനർജി, നമ്മൾ ഈ വാക്കുകളിലൂടെ എന്ത് പറഞ്ഞില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഗുരു പ്രസൻറ്റ് ചെയ്ത അല്ലെങ്കിൽ ഗുരു നമ്മളിലേക്ക് പ്രവഹിപ്പിച്ച ആ എനർജിയാണ് നമ്മളെ കൊണ്ടിത് പ്രതിപ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അതായത് ഗുരു നമ്മളിലേക്ക് എന്തോ ഒരു എനർജി നിക്ഷേപിച്ചു. ആ എനർജി നിക്ഷേപിച്ചിട്ട് നമ്മളത് പ്രതിപ്രവർത്തിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ കിടന്ന് അത് വളർന്ന് നമ്മളിലൂടെ പ്രതിപ്രവർത്തനം നടക്കുകയാണ്. അപ്പം അത് ആ ഒരു വേദനയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഗുരു സംസാരിച്ച വാണികളേക്കാൾ ഉപരി ഗുരു നമ്മളിലേക്ക് പകർന്നു തന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് ഉണർത്തിച്ചു തന്ന, നമ്മളെ കാണിച്ചു തരുന്ന ഒരു അറിവിൽ നിന്നും കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഞാനിപ്പോൾ ഓരോരുത്തരുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഈ ബുദ്ധിമാന്മാരായിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ഇപ്പോൾ സ്കോളേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പരമ്പരയിൽ ഈ പ്രാർത്ഥിച്ചൊക്കെ വന്ന ഏറ്റവും നമ്മൾ പടിപടിയായിട്ട് നോക്കുമ്പോൾ ഓരോ തലത്തിൽ നിൽക്കുന്നവർക്കും എന്തോ ഒരു അറിവ് അല്ലെങ്കിൽ പല രീതിയിൽ പ്രാർത്ഥിച്ചും കർമ്മം ചെയ്തും ഒക്കെ നേടിയ ഒരു അറിവിൻ്റെ ഒരു അഹങ്കാരം നമ്മുടെ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരമ്പരയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഓരോരുത്തർക്കും ഒരു പ്രത്യേകമായിട്ട് നമുക്കെല്ലാം മനസ്സിലായി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ഒരു വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാക്കി. അതായത് എല്ലാവർക്കും പല കാര്യങ്ങളും അങ്ങ് മനസ്സിലായി. അപ്പം എൻ്റെ ഉദ്ദേശം തന്നെ, ഞാനിപ്പോൾ ഈ സ്പിരിച്വലായിട്ടുള്ള ഒരു വശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം തന്നെ ഒന്നും മനസ്സിലായിട്ടില്ല എന്നെല്ലാവരെയും വീണ്ടും ബോധിപ്പിക്കാൻ. അതായത് നമ്മൾ ഈ മാനസിക തലത്തിൽ മനസ്സിലാക്കിയതല്ല, ഈ സ്പിരിച്വലായിട്ടുള്ള ഒരു വശത്തെക്കുറിച്ച് നമ്മൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മനസ്സിന് ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഹ്യൂമൻ ബ്രെയിനിൽ അത് കിട്ടുന്ന കാര്യമല്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ദൈവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് എല്ലാം ഒരുമിച്ച് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ ഹ്യൂമൻ ബ്രെയിൻ അത് താങ്ങില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ ബ്രെയിനിലേക്ക് ആ പടിപടിയായി ആ സമയങ്ങളിലേ ഇത് കൊണ്ടുവരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് മാനസിക രോഗമായി പോകും. അപ്പോൾ ഹ്യൂമൻ ബ്രെയിനിൽ ഇത് സമയങ്ങളായിട്ട് അപ്പോൾ കുറേശ്ശെയാണ് ഈ ഇൻസൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞതിൽ നിന്ന് മോചിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ ഹമ്പിളായി വളരെ സിമ്പിളായി വിനയാന്വിതനായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ യൂണിവേഴ്സലായിട്ടുള്ള ആ സ്പിരിച്വലായിട്ടുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പടിപടിയായി കുറേശ്ശെ വരുന്നത്. അപ്പോൾ ഈ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ അറിഞ്ഞതിൽ നിന്ന് മോചിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഓരോരുത്തരും ഈ ബുദ്ധിമാന്മാരായി നമ്മുടെ ബ്രെയിനിൽ സ്വീകരിച്ച് വെച്ചേക്കുന്ന ഈ അറിവിരിക്കുമ്പോൾ ഈ റിയൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിക്ക് ഡിസെൻഡ് ചെയ്യാൻ പറ്റില്ല.
നമ്മളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരുത്തനും ഒന്നും അറിഞ്ഞുകൂടാ എന്ന് ബോധിപ്പിക്കാനാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അതിനിശിതമായിട്ട് ഇങ്ങനെ പരിഹസിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു വലിയ വേദന ഉണ്ടാവുകയാണ് ഹൃദയത്തിന്. ഓരോരുത്തർക്കും ആ വേദന ആവശ്യമാണ്. സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ റിയൽ ആയിട്ടുള്ള സ്പിരിച്വൽ വർക്ക് സംസാരിക്കുമ്പോൾ ഇത് ആവശ്യമാണ്. ഒന്നും അറിഞ്ഞുകൂടാ, ആ ഒരു ഹേർട്ട്. അപ്പം നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു ഹേർട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ വളരെ വലുതായിട്ട് അറിഞ്ഞവരും ഈ ചെറിയ രീതിയിൽ താഴേക്കിടയിൽ അറിഞ്ഞവരും എല്ലാവർക്കും ഒരു വേദനയുടെ ആവശ്യം. ഈ വേദനയെ കടന്ന് തനിക്കൊന്നും അറിഞ്ഞൂടാന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഹമ്പിളാകുന്നു. അതിനുശേഷമാണ് റിയൽ സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. താൻ അപ്പോൾ പിന്നെ പടിപടിയായിട്ട് ആ നിമിഷങ്ങളിൽ അപ്പോൾ ഇത് കിട്ടുകയാണ്. അപ്പോൾ അപ്പോൾ നിമിഷങ്ങളിൽ മെഡിറ്റേറ്റീവായിട്ട് ശ്രദ്ധാഭക്തി കൊണ്ട് കിട്ടുന്ന അറിവിൽ നമ്മൾ അഹങ്കരിക്കില്ല. അതിങ്ങനെ ആ ഒരു ധ്യാനാത്മകമായി ആ ദൈവികമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവിൽ നമ്മൾ അഹങ്കരിക്കില്ല. അപ്പോൾ അല്ലാതെ നമ്മൾ ഈ നേടി വെച്ചിരിക്കുന്ന അറിവിൽ നമ്മൾ അഹങ്കരിച്ച് ഇതിനെ നമ്മൾ സ്ഥാപിക്കാൻ നോക്കുകയാണ്. അതായത് നമ്മൾ ഈ മാനസിക തലത്തിൽ നേടിയ അറിവിനെ ഇവിടെ പുനഃസ്ഥാപിക്കാൻ നോക്കുന്നു. അതാണ് പൈശാചികമായ വർക്ക്. ദൈവികമായ വർക്കിനെ തടുക്കുന്ന പൈശാചികമായ വർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ഗുരുവിനെ അങ്ങ് വളരെ രീതിയിൽ വിശ്വസിച്ച് ഗുരുവിൻ്റെ വൈകാരികമായിട്ടൊക്കെ സംസാരിക്കുന്നവർ, റിയലായിട്ടുള്ള ഗുരു അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ലൈറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ അതിനെ നിഷേധിച്ചിട്ട് തൻ്റെ മനസ്സിലായ ഗുരുവാണികളും തൻ്റെ മനസ്സിലെ ഗുരുവും തൻ്റെ ഭാവനാ സ്വഭാവത്തിലുള്ള ഒരു ഗുരുവും ആശയവും സംസ്കാരത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഈ 7 സ്റ്റേജായിട്ട് നിൽക്കുന്ന ഒരു സ്പിരിച്വൽ മണ്ഡലം, മാനസിക തലത്തിലുള്ള സ്പിരിച്വൽ മണ്ഡലത്തിൻ്റെ അതിനെപ്പോലും റിയൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി അല്ലെന്ന് പറയുമ്പോൾ ഈ സാധാരണ ലെവലിലിരിക്കുന്ന മനുഷ്യരുടെ അവർ മനസ്സിലാക്കിയ ആ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ മാനസികമായ ഒരു ധർമ്മം നടപ്പാക്കാൻ ശ്രമിക്കുന്നു കുറച്ച് വ്യക്തികൾ. അപ്പോൾ അതിനെയാണ് നമുക്ക് എതിർക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പണ്ഡിതനെയും പാമരനെയും ഈ വിശ്വാസി എന്ന് പറയുന്ന എല്ലാ രീതിയിലും നമുക്കിങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നു. അതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും. ഇതിനെ മനസ്സിലാക്കിയ ഒരുപാട് വ്യക്തികളുണ്ട്. എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, എന്നോട് വളരെ നല്ല രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ മാനസിക തലത്തിനെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ മാനസികമായി മനസ്സിലാക്കിയ ഗുരുവിനെയും ഗുരുവിൻ്റെ ആശയത്തെയും ആ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്ന ആ പൈശാചിക ക്രമത്തെയും നമുക്ക് തടുത്തുകൊണ്ട് ഗുരുവിൻ്റെ റിയൽ ആയിട്ടുള്ള ഗുരുമാർഗത്തിൽ ഗുരുവാണ് മാർഗം, ആ ലൈറ്റിൻ്റെ പാത അതിലൂടെ കറക്റ്റ് പോകണം എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഗുരുമാർഗത്തിൽ ഗുരുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ആ വാക്കിനെ അനുസരിച്ച് പോകണമെന്നുള്ള ഒരു സത്യം ബോധിപ്പിക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഓരോ വ്യക്തിഗതമായി നേടിയ, അതിനി എത്ര വലിയ സന്യാസിയായാലും എത്ര വലിയ പാമരനായാലും ആരായാലും, ഈ നേടി വച്ചിരിക്കുന്ന ബ്രെയിൻ കൊണ്ട് നേടി വച്ചിരിക്കുന്ന അറിവിനെ നമ്മൾ പൊട്ടിച്ച് കളയുക. അതിനുശേഷം മൊമെൻ്റായിട്ട് നമുക്ക് കിട്ടുന്ന ആ പുതിയ തിരിച്ചറിവിനെ, ആ തിരിച്ചറിവിലൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സ്പിരിച്വൽ വർക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പോൾ അത് എല്ലാവരെയും സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച് ആശ്വസിപ്പിച്ച് താരാട്ട് പാടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ആ ലെവലിൽ താരാട്ട് പാടി ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ഒരു സോഷ്യൽ വർക്കറിനെയൊക്കെ പോലെ ചെയ്യുന്ന സ്പിരിച്വൽ ആ രീതിയിൽ ചെയ്യുന്ന വർക്കുകളുണ്ട്. അപ്പോൾ അത്തരക്കാർ അത് ചെയ്യട്ടെ. ഓരോരുത്തർക്കും ഓരോ ധർമ്മം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യുന്നവർക്ക് ഞാനും ചെയ്യട്ടെ. അപ്പോൾ അതിനെ ആരും അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ ഒന്നും ചെയ്യണ്ട, ഞാനിങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുരുവിനെ സ്നേഹിക്കണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല കാര്യം പറയുന്നുണ്ടല്ലോ, എന്തായാലും എന്തൊക്കെ ആരുടെ അറിവിനെയും മറ്റു കാര്യങ്ങളെയും മാനസികമായ തലത്തിലുള്ള എന്തൊക്കെ കാര്യത്തിനെ ഞാൻ ബ്രേക്ക് ചെയ്താലും പുച്ഛിച്ചാലും പരിഹസിച്ചാലും ഒരു നല്ല കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ നല്ല കാര്യത്തിനെ നമുക്ക് എടുക്കാം. അങ്ങനെ ആ നല്ല കാര്യത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇപ്പോൾ രഞ്ജമാവനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മറ്റുള്ളവരെ അധിക്ഷേപിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പഴയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിബറിലുള്ള അദ്ദേഹത്തിൻ്റെ രീതിയിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇതിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ, കാര്യം പ്രവർത്തന മണ്ഡലത്തിലും സംസാരിക്കാനും മറ്റു രീതിയിലും ഒക്കെ അറിവുള്ള ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഗുരുവിനോടൊപ്പം വർഷങ്ങൾ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ മറ്റൊരു രീതിയിലാകുമായിരുന്നു. കാര്യം മറ്റുള്ള വ്യക്തികൾ, പഴയ ആൾക്കാർ ഇതിനെ അംഗീകരിച്ചില്ല.
പുതിയ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഗുരുവാണെങ്കിലോ, ഗുരുവിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഈ വെളിയിൽ നിന്ന് നേടിയ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടിക്കൊണ്ടുവന്ന അറിവും ബുദ്ധിയും സംസ്കാരവും ഒക്കെ ഉള്ള വ്യക്തികളെ വരുമ്പോൾ ഗുരു ഇങ്ങനെ പതുക്കെ അവഗണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവരെ നിങ്ങളിവിടെ പറ്റുന്ന പോലെയൊക്കെ ചെയ്തെടുത്തോളൂ, എന്നിട്ട് ഒന്നും അറിയാത്തവരെ കൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്വഭാവം ഗുരുവിനുണ്ട്. അതായത് ഈ താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിപ്പിച്ച് ഒരാളെ പ്രവർത്തിപ്പിച്ച് ഉയർത്തിയെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ഒരു രത്നങ്ങളാക്കുന്ന ഒരു പ്രോസസ്സ്, തേച്ച് മിനുക്കി രത്നങ്ങളാക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ പലർക്കും ഈ അറിവുള്ള വ്യക്തികളെ സംബന്ധിച്ച് പലരെയും അറിവില്ലാത്ത വ്യക്തികളെ കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് തോന്നുന്ന ഒരു വിഷമം ആശ്രമ സ്വഭാവത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഗുരു മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. ഈ അറിവുണ്ടെന്ന് കരുതുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഈ ഒതുക്കി വെച്ചേക്കുന്നതായിട്ടും അവരെ ഇങ്ങനെ ഉപയോഗിക്കാത്തതായിട്ടും ഒരു തോന്നൽ കൊടുക്കും. എന്നിട്ട് അറിവില്ലാത്ത സ്വഭാവത്തിലുള്ളവരെ പൊക്കിക്കൊണ്ടുവരുന്നതായിട്ട് പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പലരും വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആശ്രമ സ്വഭാവത്തിൽ. ഒരുപക്ഷെ ഈ വെളിയിലൊക്കെ പോയി സംസാരിക്കുന്നവർ, ഇപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്കെല്ലാം ഇങ്ങനെ സംസാരിക്കണമെന്നും പ്രസംഗിക്കണമെന്നും ആശയപ്രചരണം നടത്തണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പുസ്തകം എഴുതണമെന്നും അങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതാണ് അവരിപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ ഹനിക്കപ്പെട്ടു. എന്നിട്ട് ഇവർ നോക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് അവരെക്കാൾ കഴിവില്ലാത്ത പലരെ, അല്ലെങ്കിൽ അവരുടെ ധർമ്മമോ നീതിയോ മറ്റു രീതിയിലൊന്നും ഇല്ലാത്തവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഗുരു ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിനെ സഹിച്ചു നിൽക്കേണ്ടവർ സഹിച്ചു നിൽക്കണം, പ്രവർത്തിച്ചു വരേണ്ടവർ പ്രവർത്തിച്ചു വരണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ആശ്രമം. അപ്പോൾ ഇത് കോൺഷ്യസ്നെസ്സിനെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന സ്ഥലമല്ല. അപ്പോൾ നമ്മളെ ഇങ്ങനെ പല രീതിയിൽ സുഖിപ്പിക്കുന്നതല്ല, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ പരിവർത്തനപ്പെടുത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ തന്നെ ഈ ഗുരുമാർഗത്തെ എത്രത്തോളം മാനിക്കുന്നു. ഇപ്പം തങ്ങൾ മുമ്പ് നമ്മളെല്ലാം നേടി വെച്ചിരിക്കുന്ന, നമ്മൾ പുറത്തുനിന്ന് നേടിയ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പരിണമിച്ച് നമ്മുടെ മാനസിക തലത്തിൽ നേടിയ അറിവും കഴിവും നമ്മുടെ പ്രാപ്തിയും നമ്മുടെ സത്യവും ധർമ്മവും നീതിയും, നമ്മൾ ഈ ലോകനീതിയിൽ മത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ കണ്ടു കേട്ട് ഇതുവരെയുള്ള സ്പിരിച്വൽ ധർമ്മത്തിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന ധർമ്മവും നീതിയും സത്യവും എല്ലാം വെച്ചുകൊണ്ട് വിലയിരുത്തുന്ന മനസ്സുമായിട്ട് വരുമ്പോൾ നമ്മളെ ഗുരു അങ്ങ് മാറ്റി നിർത്തും. എന്നിട്ട് ഗുരു പുതിയ ആൾക്കാരെ കൊണ്ട് പുതിയ രീതിയിൽ, ചെറിയ രീതിയിലുള്ള അറിവാണെങ്കിൽ പോലും, നമ്മൾ അറിവില്ലാത്തൊരു സമൂഹത്തിൽ നമ്മളെപ്പോലത്തെ അറിവില്ലാത്തവരെ കൊണ്ട് ഗുരു ഇങ്ങനെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ അവർ ശരിയും തെറ്റും ഒക്കെ ചെയ്യും. അതെല്ലാം നമ്മൾ കണ്ട് ക്ഷമിക്കണം, സഹിക്കണം. അങ്ങനെ ശരിയും തെറ്റും ഒക്കെ ചെയ്ത് അവരിങ്ങനെ പിച്ച വെച്ച് പ്രവർത്തിച്ച് അവരെ കൊണ്ട് യഥാർത്ഥ ദൈവികമായ ഒരു ധർമ്മം നടപ്പാക്കാൻ പുതിയ മനുഷ്യരെ സെലക്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കുറവ്, നമ്മുടെ ആ പഴയ മനസ്സ് വെച്ചുള്ള ധാർമ്മികത വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാം തെറ്റായിട്ട് തോന്നും. അപ്പോൾ ഈ പുതിയ രീതിയിലുള്ളൊരു ധർമ്മം നടപ്പാക്കാൻ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. അതാണ് ഇവർ ഈ ആരോപിക്കുന്ന പല രീതിയിലുള്ള അപജയങ്ങൾ. അപ്പോൾ അവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഈ പഴയ രീതിയിലുള്ള വളരെ പ്രാപ്തിയുള്ള വ്യക്തികൾക്ക് അതിനോടൊപ്പം കറക്റ്റായിട്ടുള്ള രീതിയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന വ്യക്തികൾ ഈ വിഷയത്തിൽ അമ്പേ പരാജയപ്പെട്ടു. ഗുരുമാർഗത്തിൽ പ്രത്യേകിച്ചും ഗുരുവിൻ്റെ ഓരോ പ്രവർത്തന രീതികളും കാര്യങ്ങളും ഒരിക്കലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തലത്തിൽ വരുമ്പോഴാണ് നമ്മൾ പറയും, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ബുദ്ധിപരമായിട്ടൊക്കെ സംസാരിക്കുന്ന വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വേദാന്ത സ്വഭാവത്തിലും എല്ലാം അറിവ് നേടി എല്ലാം പൂർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവരൊക്കെ വരുമ്പോൾ ഞാൻ വളരെ അതിശയിപ്പിച്ചങ്ങ് പറഞ്ഞു വിടും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും വലിയ വേദാന്തവും ഏറ്റവും വലിയ തത്വങ്ങളും ബുദ്ധിപരമായിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ. അപ്പോൾ അദ്ദേഹം കാശിയിൽ ഒരു പണ്ഡിതനുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ബുദ്ധിപരമായിട്ട് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. വേദാന്ത സ്വഭാവത്തിലുള്ള അറിവുകളെല്ലാം ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ആ പണ്ഡിതനോട് സംസാരിക്കുമ്പോൾ എഴുതിയതാണ് ഭജഗോവിന്ദം. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ പാടി, അതായത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവായ ഗോവിന്ദ ഗൗഡപാദരെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഭക്തിഗാനം അദ്ദേഹം അന്നേരം അവിടെ വെച്ച് എഴുതുകയുണ്ടായി. അപ്പോൾ ഈ ഭജഗോവിന്ദൻ ഞാനിങ്ങനെ എത്രയോ നേരം മണിക്കൂറുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ഈ ബുദ്ധി ചെലുത്തുന്ന ബുദ്ധിമാനായ മനുഷ്യ, മൂഢനായ മനുഷ്യ, ഗോവിന്ദനെ സ്തുതിക്കൂ, നിന്റെ ഗുരുവിനെ സ്തുതിക്കൂ, ഗുരുവിനെ സ്നേഹിക്കൂ, ഗുരുവിൻ്റെ മുമ്പിൽ തലകുമ്പിടൂ. എന്നാൽ മാത്രമേ നിനക്ക് ഈ ബുദ്ധിക്ക് അതീതമായ
ഈ സാക്ഷിയായ ജാഗ്രൽ സ്വപ്ന സുഷുപ്തിക്കും സാക്ഷിയായ ആ സത്യമായ അവബോധത്തിലേക്ക് പരിണമിച്ച് ആ അവബോധത്തിന് അപ്പുറമായിട്ടിരിക്കുന്ന ശരിയായ ആ സത്യത്തിലേക്ക് വളരാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സത്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ബുദ്ധി ചെലുത്തുമ്പോൾ നമുക്ക് എപ്പോഴും പരാജയപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പരാജയത്തെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊന്നും ശരിയായ അറിവല്ല, നമ്മൾ ഇനി മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിമർശിക്കാനും അല്ലെങ്കിൽ വിഷമിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും ഒക്കെ കുറച്ച് സംസാരിക്കേണ്ടി വരും. എൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ അനുയായികളെയും താരാട്ടിനെയും ഒന്നും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്കിപ്പോൾ ഈ പറയുന്ന പ്രവൃത്തികൾക്കൊരു റിവാർഡും ഉദ്ദേശമില്ല. അപ്പോൾ ഞാൻ എന്നെ ആരും സ്നേഹിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ ഒന്നും ഇല്ലാതെ വളരെ ഒരു സതുദ്ദേശത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഗുരു കാണിച്ചു തന്ന ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നന്മ മനസ്സിലാക്കാൻ കഴിയുന്നവർ അത് മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവർ ഈ പറയുന്നവർ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും കുറ്റം പറയുന്നവരും എല്ലാവരും ഇന്നേ വേ നമ്മളെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാര്യം അതെല്ലാം നമ്മളെ ഈ ലോകത്തിൽ നമ്മളെ മനസ്സിൽ ഇരുത്തിക്കുകയാണ്, നമ്മളെ ഈ ലോകത്തിൽ ഗ്രൗണ്ടഡ് ആക്കുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ എല്ലാം നല്ലതിനാണ്, എല്ലാ കാര്യങ്ങളും നല്ലതിനാണെന്നുള്ളതാണ് ആധ്യാത്മികമായ ഒരു കാഴ്ച. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്കെല്ലാവർക്കും വളരാൻ ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ